ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹിമയെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതലായി വരികയാണ്. വിജയ് പറയുകയാണ്, അല്ല ഹിമയ്ക്ക് ഇനി ബോയ് ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ, ഇനിയിപ്പോൾ അവൾ വേറെ എവിടോട്ടെങ്കിലും പോയിരിക്കുകയാണോ എന്നൊക്കെ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഉടൻ തന്നെ എന്താണ് വിജയേട്ടാ ഈ പറയുന്നത്, അങ്ങനെയൊന്നും ഒരാളെക്കുറിച്ച് പറയരുത്. ഹിമ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. പിന്നെ അവൾ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛനമ്മമാരോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ, അല്ലാതെ അവൾ എവിടോട്ടും പോകത്തില്ല എന്നൊക്കെ ഇങ്ങനെ വേദ പറയുകയാണ്. എന്തായാലും വാൽ തോന്നിയത് വിളിച്ച് പറയാതെ ഞാൻ എൻ്റെ കൂട്ടുകാരികളോടൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ അവൾ എങ്ങോട്ടേക്ക് പോയി എന്ന്, അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് വേദ പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജ പറയാണ്, അന്ന് ആ കുങ്കുമം തട്ടിയതിൽ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. അപ്പോൾ വിജയ് പറയാണ്, ഞാനും കണ്ടിട്ടില്ല, പിന്നീട് തിരക്കായി പോയി, ആ കുഞ്ഞിന് എന്ത് പറ്റിയാണോ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ രഞ്ജിത്തിനെയാണ് കാണിക്കുന്നത്. ഡെഡ് ബോഡി കൊണ്ടേയിടണമല്ലോ, ആ ഒരു തത്രപ്പാട് രഞ്ജിത്തിൻ്റെ ഇടയിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. ഈശ്വര, ഈ ഡെഡ് ബോഡി അങ്ങനെയാണ് താൻ മനസ്സിൽ ചിന്തിക്കുന്നത്. താൻ വരുന്ന അന്ന് ഒരു ട്രാവൽ ബാഗ് കൊടുന്നിരുന്നല്ലോ, ട്രാവൽ ബാഗ് വലിയൊരു സഞ്ചിയാണ് കേട്ടോ, അത് കൊടുന്നിരുന്നല്ലോ, ആ ബാഗ് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലുള്ള സാധനങ്ങളെല്ലാം ടേബിളിലോട്ട് വലിച്ചിടുകയാണ്. എന്നിട്ട് ആ സാധനങ്ങളുമായി പോവുകയാണ്. പിന്നീട് പതിയെ ഹിമയെ കൊന്നിട്ടിരിക്കുന്ന ആ ഗോഡൗണിലോട്ട്, അങ്ങനെ ആ ഗോഡൗണിൽ നിന്ന് ഹിമയെ ബാഗിലോട്ട് പതിയെ ആക്കുകയാണ് കേട്ടോ. ഇതൊന്നും ആരും ഒന്നും തന്നെ അറിയുന്നില്ല. അങ്ങനെ ഹിമയെ അതിലാക്കിയതിന് ശേഷം താൻ തൻ്റെ തോളിലിട്ട് അവിടെ നിന്നും ഓടി വരികയാണ് കേട്ടോ. അവിടെ നിന്ന് ആരും കാണാതെ ഒരു കാറിൻ്റെ ഡിക്കിലോട്ട് ഇട്ട് അടച്ച് കൊണ്ടുപോകുന്ന ഒരു രംഗം അത്ര തന്നെ കാണിക്കുന്നുള്ളൂ. പിന്നീട് പിറ്റേ ദിവസം രാവിലത്തെ ആ ഒരു ഇതാണ്. രാജു ആണെങ്കിൽ പാലൊക്കെ എടുത്ത് അടുക്കളയിലോട്ട് വരുമ്പോൾ ഉടൻ തന്നെ, ഇവിടെ ഇന്ന് ആരും ഭക്ഷണം കഴിക്കത്തില്ലല്ലോ, എല്ലാവരും കോടതിയിലോട്ട് പോകല്, പിന്നെ എന്തിനാ എൻ്റെ മോള് ഭക്ഷണം ഉണ്ടാക്കുന്നത്? അതെ, ഇത് ഈ വീട്ടിലെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനല്ല, പിന്നെ ആർക്കാ ഇത്? യതീന്ദ്രൻ സാറിനാണ്. യതീന്ദ്രൻ സാറിന് എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. പാവം ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ, പുട്ടും കടലയും പപ്പടമൊക്കെ ഒന്ന് പൊരിക്കട്ടെ. ഓ, എൻ്റെ മോളുടെ ഒരു ഉത്തരവാദിത്തം. പിന്നെ മാത്രമല്ല, യതീന്ദ്രൻ സാർ അതിൽ കിടന്നത് കൊണ്ട് തന്നെ യതീന്ദ്രൻ സാറിന് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഭക്ഷണ രീതി ഉണ്ടാക്കണം. കുറച്ച് ചേന, അതുപോലെ മുരിങ്ങൻ്റെ ഇല, വേറെ എന്തെങ്കിലുമൊക്കെ ഇറച്ചി, മീൻ, ഇതൊക്കെ രാജുവട്ടം മേടിച്ചു കൊണ്ടുപോകും, അതൊന്നും മറക്കരുത്. എന്നോട് നീ ഇതൊക്കെ പറയും, മറക്കരുതെന്ന്. എന്നിട്ട് ഞാനിവിടുന്ന് 10 മിനിറ്റ് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുമോ, ആ ആളോട് സംസാരിക്കും, കടക്കാരനോട്. പിന്നീട് എനിക്ക് മറക്കാൻ ഇടയില്ലല്ലോ, അയാളോട് തന്നെ നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാം മേടിച്ച് കൊണ്ടുവരും. അതാണ് എൻ്റെ മോളുടെ സ്വഭാവം എന്നൊക്കെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് രഞ്ജിത്തിനെയാണ്. ഒരു സൈക്കോയായി രഞ്ജിത്ത് ഭ്രാന്തെടുത്ത് തൻ്റെ മൊബൈൽ തിരയുകയാണ്. 4 പുറം തിരയും, ഷെൽഫ് തുറക്കുന്നു, അൽമറ തുറക്കുന്നു, അങ്ങോട്ട് ഓടുന്നു, അങ്ങനെ ക്യാമറ തന്നെ ആ രീതിയിലാണ് കാണിക്കുന്നത്. അങ്ങനെ നല്ല തത്രപ്പാടിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് തൻ്റെ അമ്മയും അച്ഛനും പിറകിൽ വന്ന് നിൽക്കുന്നുണ്ട്. രഞ്ജിത്ത് കാണുന്നില്ല. ഉദയനും അതുപോലെ തന്നെ വന്ദനയും, ഡാ നീ എന്താടാ ഇത്ര വല്ലാതെ തിരയുന്നു? താൻ അത് കേൾക്കുന്നതിനോട് കൂടി തൻ്റെ മനസ്സിൽ വെപ്രാളം വന്നിരിക്കുന്നു. അയ്യോ ഈശ്വര, അവർ കണ്ടു, ഇനി ഇപ്പം എന്താ ഉണ്ടാവുക എന്നുള്ള ആ പേടി. എന്താടാ നീ ഇത്ര വല്ലാതെ? ഒന്നുമില്ല മമ്മി, ഒന്നുമില്ല. പിന്നെ എന്താ നീ ഇത്ര വല്ലാതെ തിരയുന്നു? ഒന്നുമില്ല തിരഞ്ഞില്ല. എടാ, ഇന്ന് യതീന്ദ്രനെ പുറത്ത് കൊണ്ടുവരുന്ന ദിവസമല്ലേ, നീ കോടതിയിലോട്ട് വരുന്നോ? ഇല്ല ഞാനില്ല. അത് പറഞ്ഞാൽ പറ്റത്തില്ല, നീ വേണം, കൂടെ വേണം, വാ പോവാ എന്ന് പറയാണ്. അങ്ങനെ ശരി ഓക്കെ നിങ്ങൾ നടന്നോളൂ എന്ന് പറഞ്ഞിട്ടും താൻ പരതുകയാണ്. എന്തോ നാടാ നിൻ്റെ കാണാതായത്? നീ എന്താ ഒരു പരവേഷം പോലെ, നിൻ്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിട്ടുണ്ടല്ലോ, നിനക്ക് എന്താ ഒരു ബുദ്ധിമുട്ട്? ഒന്നുമില്ല. എന്നാ വാ എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്തിനെ കൈയോടെ പിടിച്ചു കൊണ്ടുപോയിട്ട്, അപ്പോഴും രഞ്ജിത്തിൻ്റെ കണ്ണ് പിറകിലോട്ടാണ്. ആ സമയം രഞ്ജിത്ത് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയം പത്മയാണ്. പത്മ ആകെ മൊത്തത്തിൽ മാറി, ഒരു നാടൻ പെൺകുട്ടി സ്ത്രീയായി മാറിയിരിക്കുന്നു. നന്ദിനിയെ പോലെ മേക്കപ്പില്ല, ഒന്നുമില്ല. പത്മ കരഞ്ഞ് കണ്ണ് അലങ്ങിയിരിക്കുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ഉദയും വന്ദനയും അതുപോലെ തന്നെ ഹരിതയൊക്കെ കയറി വരികയാണ്. അപ്പോൾ ഹരിത വന്നിട്ട് ചോദിക്കുകയാണ്, ആൻറ്റി കോടതിയിലോട്ട് പോകണ്ടേ, ഇനി കോടതിയിലോട്ട് പോകാൻ ഒരുങ്ങണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിന് അവൻ വരണ്ടേ എന്ന് പറയുകയാണ്. എന്തോന്നാണ് ഈ സൂര്യയുടെ സ്വഭാവം, എങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാതെ ഓരോ കാര്യങ്ങൾ പെരുമാറുന്നത് എന്നങ്ങ് പറയുന്നത് കേട്ടിട്ടാണ് സൂര്യ വരുന്നത്. സൂര്യ പറയുന്നത്, ആർക്കും ഉത്തരവാദിത്തമില്ല, ഉത്തരവാദിത്തമില്ല എന്നാടി നീ പറയുന്നത്? ആരുടെ കാര്യമാണ് നീ പറയുന്നത്? അതെ, എൻ്റെ അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ മുന്നിൽ 5 മിനിറ്റ് മുന്നേ വരെ ഞാനുണ്ടായിരുന്നു. ആ സമയം ഞാൻ കോടതിയിലോട്ട് വക്കീലിനെ കൊണ്ടുവരാനുള്ള ഏർപ്പാടും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറ്റാൻ പോയത്. എന്നാൽ ഈ സ്ത്രീക്ക് അതിന് മറുപടി പറഞ്ഞുകൂടെ? എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇവളിത് പറയുമ്പോൾ അത്രയെങ്കിലും ഒരു മനസ്സ് നിങ്ങൾക്ക് കാണിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഹരിതയോട്. ആ സമയം ഹരിതയ്ക്ക് ഉത്തരമില്ല കേട്ടോ. എന്നിട്ട് ഉദയം പറയാണ്, എന്തായാലും ഇനിയിപ്പോൾ വഴക്കുണ്ടാക്കണ്ട, നമുക്ക് പോവാം, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം എന്ന് പറയാണ്. ആ സമയം രഞ്ജിത്ത് പറയാണ്, ഞാനില്ല, നിങ്ങൾ പോയിക്കോളൂ. അപ്പോൾ ഹരിത പറയാണ്, ഞാനുണ്ട്,
പോകാനുണ്ട്, എവിടോട്ട് എന്ന് സൂര്യ ചോദിക്കുകയാണ്. അതെ, ഒരു വണ്ടിയിൽ 4 ആൾ ഇരിക്കുന്നതാണ് ഏറ്റവും ഉചിതം, അതാണ് യാത്രക്ക് സുഖം. പിന്നെ നിന്നെ ആവശ്യമില്ല, നിന്നെ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ, നീ ഇവിടെ നിന്നാൽ മതി, എൻ്റെ അച്ഛൻ തിരികെ ഉണ്ടാവും, അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക്. അപ്പോൾ ഉദയം പറയണേ, മോളെ നീ പറഞ്ഞത് കേൾക്ക്, നീ വരണ്ട. അത് പറഞ്ഞത് ശരിയാണെന്ന് അപ്പോഴേക്ക് രഞ്ജിത്തും പറയണേ, ഞാനും വരുന്നില്ല എന്ന് പറയണേ. ഓ എന്തോ ആയിക്കോട്ടെ, നമുക്ക് പോവാം എന്നിങ്ങനെ പത്മ പറയുകയാണ്. ആ സമയം നന്ദിനി ഓടി വന്നിട്ട്, സൂര്യ സാർ ഇതാ ഭക്ഷണം, ഇത് ആർക്കാടോ, ഇത് എന്താടോ? അതെ യതീന്ദ്രൻ സാർ ഇന്നലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, ഞാൻ കുറച്ച് പുട്ടും കടലയുണ്ട്. ഓ ഇനിയിപ്പോൾ കോടതിയിൽ അവളുടെ ഭക്ഷണത്തിൻ്റെ ഡേയ്സ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് എന്നിങ്ങനെ ഇളിഞ്ഞും കൊണ്ടാണ് കേട്ടോ പറയുന്നത്. ആ സമയം സൂര്യ പറയുകയാണ്, ഇവർക്ക് അത് പലതും പറയാം, എൻ്റെ അച്ഛന് ഏറ്റവും വയറ് നിറച്ച് കഴിക്കുന്നത് നിൻ്റെ ഭക്ഷണമാണ് മോളെ, എൻ്റെ അച്ഛന് അതാണ് ഇഷ്ടം. ഇവരൊക്കെ പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ അച്ഛന് മനമില്ലാ മനസ്സോടെ ഇരുന്ന് കഴിച്ചേക്കാം, പക്ഷേ ഇനി തരുന്ന ഭക്ഷണം അച്ഛന് പ്രത്യേക തൃപ്തിയായിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം അച്ഛൻ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം രഞ്ജിത്ത് വീണ്ടും ഓടുകയാണ്. രഞ്ജിത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈശ്വര ഞാൻ എവിടെയാണ് തൻ്റെ മൊബൈൽ ഇട്ടത് എന്ന്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ബാക്കിലോട്ട് പോവുകയാണ്. താൻ ഇങ്ങനെ ബാക്കിലോട്ട് പോകുമ്പോൾ തൻ്റെ ഉള്ളിൽ ഹിമയെ കാണുകയാണ്. ഹിമ വരുന്നു, കുങ്കുമം പോകുന്നു, തൻ്റെ ഡ്രസ്സ് മാറാൻ ശ്രമിക്കുന്നു. ആ സമയം തൻ്റെ ഫോണിൽ താനിങ്ങനെ വേദയുടെ ആ കാഴ്ച കാണുന്ന സമയത്ത് ഹിമ അങ്ങോട്ടേക്ക് എത്തുന്നു. ഹിമ നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് പറയുന്നു. ആ സമയം ഹിമയെ അടിക്കുന്നു, പിന്നീട് കൊതറുന്നു. ആ സമയം വരെ തൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ആ ഫോൺ പിന്നീട് എവിടോട്ട് പോയി. അപ്പോൾ കാണാൻ തൻ്റെ പിറകിൽ ഇങ്ങനെ നന്ദിനി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. നന്ദിനിയുടെ മുഖം ഒരുമാതിരിയുണ്ട്. നന്ദിനി എന്തോ ഒരു കള്ളത്തരം കൈയോട് പിടിച്ചതുപോലെ. ആ സമയം എന്താ നന്ദിനി, എന്താ നീ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എന്താ സാറ് തിരയുന്നതെന്ന് എനിക്ക് മനസ്സിലായി, സാറിൻ്റെ പരവേഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സാറ് എന്താ തിരയുന്നത്? അത് പിന്നെ നന്ദിനി എൻ്റെ എന്നൊക്കെ പറയുമ്പോഴേക്കും, സാറേ എനിക്ക് മനസ്സിലായി, സാറിൻ്റെ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. നന്ദിനി എൻ്റെ സാധനം എന്താണ് നിൻ്റെ കയ്യിലുള്ളത്? അപ്പോഴേക്കും പറയുകയാണ് ഉടൻ തന്നെ, എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട് ഇതാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ തൻ്റെ കയ്യിൽ ആ മൊബൈലായിരിക്കുമെന്ന ആ ഒരു പേടി രഞ്ജിത്തിന് വരും കേട്ടോ. കാരണം ആ മൊബൈലിലാണല്ലോ എല്ലാം കിടക്കുന്നത്. വേദയുടെ ആ ഒരു ഡ്രസ്സ് മാറുന്ന ആ ഒരു വീഡിയോ, അതുപോലെ പല കാര്യങ്ങൾ ആ മൊബൈലിൽ പകർത്തി വെച്ചിരിക്കുകയാണ്. അതൊരിക്കലും താൻ പിടിക്കപ്പെടരുത് എന്ന പേടിയിലാണ് അവിടെ നിൽക്കുന്നത്. ആ സമയമാണ് ഇങ്ങനെ ഒരു സംഭവമായി വരുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ നന്ദിനി കയ്യിൽ കൊടുക്കുന്നത് കാറായിരിക്കും കേട്ടോ. നിങ്ങളുടെ ഒരു സാധനം എനിക്ക് സോഫയുടെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ആ റിമോട്ട് കാറും അതിൻ്റെ റിമോട്ടും കൂടിയിട്ടാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ ഈ സമയം ഇവിടെ ഇങ്ങനെ രഞ്ജിത്ത് ചോദിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഇവളോട് തന്നെ ചോദിച്ചാലോ, ഒരു പക്ഷേ ഇവളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും, ഇവളോട് തന്നെ ചോദിച്ചാലോ എൻ്റെ മൊബൈൽ അല്ല എന്താ ഇത് കിട്ടിയിട്ട് മുഖത്തൊരു സംതൃപ്തി ഇല്ലാത്ത എന്നിങ്ങനെ നന്ദിനി ചോദിക്കൂട്ടോ. അപ്പോൾ ഈ സമയം അത് പിന്നെ അല്ല വേറെ എന്തെങ്കിലും കാണാതായിട്ടുണ്ടോ എന്ന് നന്ദിനി വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ തപ്പിപ്പിടിക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ നന്ദിനി ചോദിക്കുക, ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പോഴേക്കും രഞ്ജിത്ത് ഇവളോട് തന്നെ ചോദിക്കാം മൊബൈൽ എന്നിങ്ങനെ പതുക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങും കേട്ടോ. അപ്പോഴേക്കും തനിക്ക് പറയണ്ടേ എന്നുള്ള വെപ്രാളം വേണ്ട, ഇവളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് സംശയം കൂടും, ആ സംശയം ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്.